നമസ്കാരം. വിളക്കുകളുമായി ബന്ധപ്പെട്ട തൊടുകുറിയാണ് ഇവിടെ പരാമർശിക്കാനായി പോകുന്നത്. ഇവിടെ തന്നിരിക്കുന്നത് 2 വിളക്കുകളാണ്. അതിൽ ആദ്യത്തേതായ വിളക്ക് കൽവിളക്കാണ്. രണ്ടാമത്തേതായ വിളക്ക് നിലവിളക്കാകുന്നു. ഈ 2 വിളക്കുകളിൽ ഒരു വിളക്ക് നിങ്ങൾ തിരഞ്ഞെടുക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ആ പ്രധാനപ്പെട്ടതായ കാര്യങ്ങളെക്കുറിച്ച് വിശദമായി തന്നെ ഈ അധ്യായത്തിലൂടെ മനസ്സിലാക്കാം. ഏവരും ഒരു വിളക്ക് തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത്. ഇനി ഫലങ്ങളെക്കുറിച്ച് പരാമർശിക്കാം. അതിന് മുന്നോടിയായി ഏവരും ഇഷ്ടദേവതയുടെ നാമം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തി വന്ദിക്കൂ. ആദ്യത്തെ വിളക്കായ കൽവിളക്കാണ് നിങ്ങൾ തിരഞ്ഞെടുത്തിട്ടുള്ളത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാകുന്നു. ഉടനെ തന്നെ ചില കാര്യങ്ങൾ നിങ്ങൾ പ്രവർത്തിക്കേണ്ടത് അനിവാര്യമാണ് എന്ന് കാണുന്നു. ഇനിയും കാലതാമസം നേരിടാൻ പാടില്ല എന്ന സൂചന തന്നെയാണ് നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത്. കാരണം ഈ സമയം ചില കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രവർത്തിച്ചില്ല എങ്കിൽ അത് പിന്നീട് നിങ്ങൾക്ക് നഷ്ടമായി തീരാം എന്നതാണ് വാസ്തവം. അതിനാൽ തന്നെ ജീവിതത്തിൽ ഇപ്പോൾ ഏതൊരു തടസ്സത്തെയും അല്ലെങ്കിൽ ദുരിതത്തെയും നേരിടുന്നുവോ അവ തരണം ചെയ്ത് നിങ്ങൾക്ക് ആ കാര്യം പ്രവർത്തിക്കാൻ സാധിക്കും എന്നാണ് കാണുന്നത്. ഇല്ല എങ്കിൽ നഷ്ടമായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുക. നിങ്ങൾക്ക് നിങ്ങളാൽ കഴിയും വിധം അല്ലെങ്കിൽ അതിനു മുകളിൽ ഉടനെ അതിവേഗം പ്രവർത്തിക്കേണ്ടതായ സാഹചര്യമുണ്ട് എന്നും നിർണായക ഘട്ടത്തിലാണ് നിങ്ങൾ നിൽക്കുന്നത് എന്നും കാണുവാനായി സാധിക്കും. എവിടേക്ക് പോലും തിരിയാൻ സാധിക്കാത്തതായ ഒരു അവസ്ഥ നിങ്ങൾക്കുണ്ട് എന്ന തിരിച്ചറിവും നിങ്ങൾക്ക് അനിവാര്യം തന്നെയാണ്. ഈ സമയം നിങ്ങൾ വിശ്വസിക്കുന്നതായ ശക്തിയെ പ്രാർത്ഥിച്ച് നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത് അനിവാര്യമാണ് എന്നും കാണുവാനായി സാധിച്ചിട്ടുള്ളതാണ്. ഈ സമയം ചില കാര്യങ്ങൾ പ്രതീക്ഷിക്കാതെ തന്നെ, അതായത് നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാതെ തന്നെ ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നതാണ്. ആ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായി സംഭവിക്കുന്നത് എങ്കിലും നിങ്ങൾക്കത് ശുഭകരമായി തീരും. എല്ലാ രീതിയിലും അത് തകർന്നിരിക്കുന്ന നിങ്ങൾക്ക് വളരെ ആശ്വാസം പകരുന്ന സാഹചര്യമായിരിക്കും നൽകുക. പണ്ടത്തെക്കാളും ശക്തരായി ജീവിതത്തിൽ മുന്നേറുവാൻ നിങ്ങൾക്ക് സാധിക്കുന്ന സാഹചര്യമുണ്ടായി എന്ന് വരാം. പല കാര്യങ്ങളിലും ഒരു അപ്രതീക്ഷിതമായ വഴിത്തിരിവ് അല്ലെങ്കിൽ ഒരു തിരിച്ചറിവ് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് എന്നതും വാസ്തവമാണ്. നിങ്ങൾ ഒരിക്കലും ഭയപ്പെടേണ്ടതില്ല എന്നതാണ് വാസ്തവം. ഈ സമയം നിങ്ങൾക്ക് നിങ്ങൾ വിശ്വസിക്കുന്നതായ ശക്തി അനുഗ്രഹം ചൊരിഞ്ഞിരിക്കുന്നതായ ഒരു സാഹചര്യമുണ്ട്. തന്മൂലം ചില തെറ്റിദ്ധാരണകളുണ്ട് എങ്കിൽ അതേക്കുറിച്ച് കൂടി അല്പം ശ്രദ്ധയോടെ നിങ്ങൾ വീക്ഷിക്കേണ്ടത് അനിവാര്യമാണ്. പല വ്യക്തികളുടെയും യഥാർത്ഥ മുഖം നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുകയും അത് നിങ്ങൾക്ക് ഗുണകരമായി ഭവിക്കുകയും ചെയ്യും. നിങ്ങൾക്ക് മുമ്പിൽ നിങ്ങൾ വിശ്വസിക്കുന്നതായ ആ ശക്തി തുറന്ന് കാട്ടുന്ന, അതായത് ഇവരുടെ മുഖം, യഥാർത്ഥ മുഖം തുറന്ന് കാട്ടുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരാം. ജീവിതത്തിലെ പച്ചയായ ചില യാഥാർത്ഥ്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും എന്നതും വാസ്തവമാണ്. അത് നിങ്ങൾ വിശ്വസിക്കുന്നതായ ശക്തി ആഗ്രഹിക്കുന്നു എന്നതും വാസ്തവമായ കാര്യമാണ്. കാരണം ഈ സമയം നിങ്ങൾക്ക് എന്താണോ പ്രതീക്ഷിക്കേണ്ടത് ആ കാര്യങ്ങൾ മാത്രമായിരിക്കും ജീവിതത്തിലേക്ക് വന്നു ചേരുക. അമിതമായ പ്രതീക്ഷകൾ നൽകി പലതും അസ്ഥാനത്താകുന്ന അവസ്ഥയ്ക്ക് മാറ്റം സംഭവിക്കും എന്ന കാര്യം ഓർക്കുക. ഈ സമയം നിങ്ങൾക്ക് തീർച്ചയായും ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ശത്രുദോഷങ്ങൾ ഉണ്ട് എങ്കിൽ അത് അകന്നു പോകുന്ന സാഹചര്യങ്ങൾ വന്നു ചേരാം. വലിയൊരു കുതിച്ചുചാട്ടം തന്നെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നു എന്ന കാര്യം പ്രധാനമായും ഓർക്കേണ്ടതായിട്ടുണ്ട്. അപ്രതീക്ഷിതമായി നിങ്ങൾക്ക് ലഭിക്കേണ്ടതായ കാര്യങ്ങൾ ലഭിക്കുകയും നിങ്ങൾക്ക് ഇത്തരത്തിൽ മുന്നോട്ട് പോയാൽ പോരാ എന്ന ചിന്ത മനസ്സിൽ ഉള്ളവർ തന്നെയാണ്. അത് നിങ്ങളുടെ മനസ്സിൽ നാൾക്കുനാൾ വർദ്ധിക്കുന്ന സാഹചര്യവുമുണ്ട്. അതിനാൽ ഇത്തരം കാര്യങ്ങളിൽ കൂടുതലായും നിങ്ങൾക്ക് ചിന്ത പുലർത്തി മുന്നോട്ട് പോകുവാൻ സാധിച്ചു എന്ന് വരാം. ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ അത് മുൻകൂട്ടി മനസ്സിലാക്കി തന്നെ നിങ്ങൾക്ക് പ്രവർത്തിക്കുവാൻ സാധിച്ചു എന്ന് വരാം. അപ്രതീക്ഷിതമായ ഒരു വഴിത്തിരിവ് നിങ്ങൾക്ക് പല കാര്യങ്ങളിലും ഉണ്ടായി എന്ന് വരാം.
ചില കാര്യങ്ങൾ, ചില വ്യക്തികൾ നിങ്ങളെ തടഞ്ഞു എന്ന് വരാം, നിങ്ങളെ നിരുത്സാഹപ്പെടുത്തി എന്ന് വരാം. അത് പിന്നീട് നിങ്ങൾക്ക് അനുകൂലമായി തീരുന്ന കാര്യങ്ങളുമാകാം. അതിനാൽ ഏവരും പറയുന്നതായ കാര്യങ്ങളിൽ അല്പം കൂടി ശ്രദ്ധ പുലർത്തി തന്നെ നിങ്ങൾ പെരുമാറേണ്ടതായിട്ടുണ്ട്. ഏവരും പറയുന്നത് കണ്ണടച്ച് വിശ്വസിക്കേണ്ടതായിട്ടില്ല എന്നതാണ് വാസ്തവം. രണ്ടാമത്തെ ചിത്രമായ നിലവിളക്കാണ് നിങ്ങൾ തിരഞ്ഞെടുത്തിട്ടുള്ളത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാകുന്നു. പല കാര്യങ്ങളിലും നിങ്ങൾക്ക് വിഷമങ്ങളുണ്ട്, അല്ലെങ്കിൽ പലരും നിങ്ങളെ വിഷമിപ്പിക്കുന്നതായ സാഹചര്യം ജീവിതത്തിലുണ്ട് എന്നതാണ് വാസ്തവം. എന്നാൽ പലപ്പോഴും അത് മനസ്സിലാക്കുവാൻ പലർക്കും, അതായത് അവർ നിങ്ങളെ വിഷമിപ്പിക്കുന്ന ആ കാര്യങ്ങൾ അവർക്ക് ഒഴിവാക്കുവാൻ തോന്നുന്നില്ല എന്നതാണ് വാസ്തവം. പലപ്പോഴും അത് ജീവിതത്തിൽ തുടർന്നുകൊണ്ടേ ഇരിക്കുന്ന സാഹചര്യവും ഉണ്ട് എന്നതാണ് വാസ്തവം. ജീവിതം മടുത്തു എന്ന് പോലും തോന്നുന്ന ഒരു സാഹചര്യം നിങ്ങൾക്കുണ്ട്. എന്നാൽ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. തെളിഞ്ഞ മനസ്സ് തന്നെയാണ് നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തി നിങ്ങളിലേക്ക് നൽകുക. വ്യക്തമായ ചിന്തകളും നിങ്ങളുടെ മനസ്സിൽ നിറയും. അതിനാൽ നിങ്ങളിൽ നിറയുന്നതിലൂടെ തന്നെ സൗഭാഗ്യം ജീവിതത്തിൽ വന്നു ചേരും. ആരും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു ഉയർച്ച നിങ്ങൾക്ക് ലഭിക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നും കാണുവാനായി സാധിക്കുന്നു. ഈ സമയം വാക്കിലും പ്രവൃത്തിയിലും പലപ്പോഴും വ്യക്തത വരുത്തുവാൻ സാധിക്കാത്ത നിങ്ങൾക്ക് അത് സാധിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കും എന്നതാണ് വാസ്തവം. എപ്പോഴും നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തി കൂടെയുണ്ട് എന്നൊരു ചിന്ത നിങ്ങൾക്ക് ഉണ്ടാകേണ്ടതുമാണ്. ആരെയും അറിഞ്ഞുകൊണ്ട് വേദനിപ്പിക്കുവാൻ പാടില്ല എന്ന് ചിന്തിക്കുന്ന നിങ്ങൾക്ക് ഇത്തരം ചില കാര്യങ്ങൾ ഗുണകരമായി ഭവിക്കുകയും ചെയ്യാം. സ്വന്തം ഇഷ്ടങ്ങൾക്ക് സമയം കണ്ടെത്തുവാൻ സാധിക്കുന്ന വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ. എന്നാൽ പലപ്പോഴും ഈ സമയങ്ങളിൽ അതിന് സാധിക്കാത്ത ഒരു സാഹചര്യമുണ്ട്. ആരെയും അമിതമായി വിശ്വസിക്കരുത് എന്ന കാര്യം നിങ്ങൾക്ക് ഇപ്പോൾ ബോധ്യപ്പെട്ടു തുടങ്ങുന്നു എന്നതും വാസ്തവമാണ്. കാരണം നിങ്ങൾ പ്രതീക്ഷിക്കാത്ത തിരിച്ചടിയാണ് പലരിൽ നിന്നും നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതും നിങ്ങളുടെ മനസ്സിലെ ആ ചിന്തകൾ ഒഴിവാക്കുന്നതിന് കാരണമായിരിക്കുന്നു എന്നതാണ് വാസ്തവം. ഓരോ തീരുമാനങ്ങൾ എടുക്കുമ്പോഴും ഈ സമയം വളരെയധികം ചിന്തിക്കേണ്ടത് അനിവാര്യമാണ് എന്ന ബോധ്യം നിങ്ങൾക്കുണ്ട്. എടുത്തുചാട്ടം പലപ്പോഴും ജീവിതത്തിൽ ഒഴിവാക്കേണ്ടതായ ഒന്നാണ്. അമിതമായ ചിലവിന് വളരെയധികം സാധ്യത ഉള്ളതിനാൽ തന്നെ ഈ സമയം അത്തരം കാര്യങ്ങളിലും ശ്രദ്ധ പുലർത്തേണ്ടതായിട്ടുണ്ട്. പണത്തെ വളരെയധികം ബഹുമാനിക്കേണ്ടത് അനിവാര്യമാണ് എന്ന ബോധ്യം നിങ്ങളിലേക്ക് കടന്ന് വന്നിരിക്കുന്ന ഒരു സാഹചര്യവും ജീവിതത്തിൽ ഉണ്ട് എന്നതാണ് വാസ്തവം. ഈ സമയം നിങ്ങൾ എന്ത് തീരുമാനങ്ങൾ എടുത്താലും അല്പം കൂടി സമയം നൽകേണ്ടത് അനിവാര്യമാണ്. ഒരു പുനർവിചിന്തനം നടത്തിയതിന് ശേഷം മാത്രമേ പിന്നീട് ആ കാര്യവുമായി നിങ്ങൾ മുന്നോട്ട് പോകുവാൻ പാടൂ. ചില വ്യക്തികൾ നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അവർ പറയുന്നതായ കാര്യങ്ങൾ മാത്രം കേട്ട് നിങ്ങൾ തീരുമാനം എടുക്കുവാൻ പാടുള്ളതല്ല. നിങ്ങൾക്ക് കൂടി ബോധ്യം വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ തീരുമാനങ്ങൾ കൈക്കൊള്ളുവാൻ പാടൂ. ചില കാര്യങ്ങൾ മറ്റുള്ളവർ നിങ്ങളെ പ്രകോപിപ്പിച്ചു എന്ന് വരാം. എന്നിരുന്നാൽ പോലും നിങ്ങൾക്ക് ഉടനെ തന്നെ അത്തരം തീരുമാനങ്ങൾ എടുക്കരുത്. അത് ഏത് കാര്യത്തിലാണ് എങ്കിലും പ്രകോപനം കൊണ്ട് നിങ്ങൾ ഒരു തീരുമാനം എടുക്കുവാൻ പാടുള്ളതല്ല. ശ്രദ്ധാപൂർവം കാര്യങ്ങളെ വീക്ഷിച്ച് മാത്രമേ, ചിന്തിച്ചതിന് ശേഷം മാത്രമേ തീരുമാനങ്ങൾ എടുക്കുവാൻ പാടൂ. സമയം ശ്രദ്ധിച്ച് മാത്രമേ നിങ്ങൾ ചെലവാക്കുവാൻ പാടൂ. അതായത് സമയത്തിന് പ്രാധാന്യം എപ്പോഴും നൽകേണ്ടത് അനിവാര്യമാണ് എന്നും കാണുവാനായി സാധിക്കുന്നു. അതല്ല എങ്കിൽ നിങ്ങൾക്ക് ആപത്തായിരിക്കും ഫലമായി വന്നു ചേരുക. ഈ കാര്യങ്ങളിൽ ശ്രദ്ധ കൂടുതലായും പുലർത്തേണ്ട ഒരു സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിലുണ്ട് എന്ന് കാണുന്നു. ഈ സമയം ശ്രദ്ധയോടെ തന്നെ നിങ്ങൾ മുന്നോട്ട് നീങ്ങുക.